ഹലോ ഫ്രണ്ട്സ്, എഡ്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജ്കിരൺ. അപ്പോൾ റീസെന്റ് നമ്മൾ BSc നഴ്സിംഗിന്റെ LBSലെ സാധ്യതകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ട് ധാരാളം സ്റ്റുഡൻസ് LBSൽ വരുന്ന അലൈഡ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് LBS വഴിയുള്ള പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ ഏതൊക്കെയാണ്, അതുപോലെ എത്രയൊക്കെ സീറ്റുകൾ നമുക്ക് ഗവൺമെന്റ് ആയിട്ടും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലായിട്ടും നമുക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റും ഇൻഡെക്സ് മാർക്കും പരിശോധിച്ച് ഈ വർഷം എത്ര ഇൻഡെക്സ് മാർക്ക് വന്ന സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കാൻ മുന്നേ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പൊ ധാരാളം കുട്ടികളാണ് LBSന്റെ വീഡിയോ കണ്ടിട്ട് എൻക്വയറി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്ലൈ തരാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനായിട്ട് നമ്മളൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള LBSന്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ LBS വഴി നമുക്ക് നഴ്സിംഗ് കോഴ്സിന് മാത്രമല്ല മറ്റുള്ള അലൈഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും കൂടെ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് LBSൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് MLT വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി അതായത് BSLP വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒപ്റ്റോമെട്രി, പെർഫ്യൂഷൻ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഒക്യുപേഷണൽ തെറാപ്പി, മെഡിക്കൽ ഇമാജിൻ ടെക്നോളജി, ന്യൂറോ സയൻസ്, അതുപോലെ തന്നെ മെഡിക്കൽ റേഡിയോളജി ടെക്നോളജി. ഇത്രയേറെ കോഴ്സുകളാണ് നമുക്ക് LBSൽ വരുന്ന പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സുകളിലായിട്ട് ഏറ്റവും കൂടുതൽ സീറ്റ് വരുന്ന കോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ്. കാരണം മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിക്ക് 35 കോളേജുകളിലായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് 1015 സീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇതില് 35 കോളേജിൽ 3 കോളേജ് ഗവൺമെന്റ് കോളേജും ബാക്കി 32 കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജുമാണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഫിസിയോതെറാപ്പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19 കോളേജുകളിലായിട്ട് 770 സീറ്റാണ് വരുന്നത്. അപ്പോൾ ഫിസിയോതെറാപ്പിക്ക് നമുക്ക് ഗവൺമെന്റ് കോളേജുകളിലെ ഒരു കോളേജിലും നമുക്ക് സീറ്റ്സ് അവൈലബിൾ അല്ല. എല്ലാ കോളേജും സെൽഫ് ഫിനാൻസിങ് കോളേജ് തന്നെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് വരുന്നത് 770 സീറ്റാണ്. പിന്നെ ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി BSLP കോഴ്സിന് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് 157 ആണ്. അപ്പൊ ഈ 157 സീറ്റില് 2 കോളേജുകളിലായിട്ട് 2 ഗവൺമെന്റ് കോളേജുകളിലായിട്ട് 47 സീറ്റും 4 കോളേജുകളിലായിട്ട് 110 സെൽഫ് ഫിനാൻസിങ് സീറ്റുമാണ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഒപ്റ്റോമെട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഒപ്റ്റോമെട്രി ഉള്ള കോളേജുകളുടെ എണ്ണം എന്ന് പറയുന്നത് 15 കോളേജുകളാണ്. അപ്പൊ ഈ 15 കോളേജുകളിൽ 2 കോളേജ് ഗവൺമെന്റ് കോളേജും അതുപോലെ തന്നെ 13 കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജുമാണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഒപ്റ്റോമെട്രി സീറ്റ് BSc ഒപ്റ്റോമെട്രി സീറ്റ് എന്ന് പറയുന്നത് 374 സീറ്റാണ്. ഓക്കെ, പിന്നെ പെർഫ്യൂഷൻ ടെക്നോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയർ ആയിട്ട് വരുന്ന ഒരു കോഴ്സാണ്. 4 കോളേജുകളിലായിട്ട് ടോട്ടൽ 15 സീറ്റ് മാത്രമേ നമ്മുടെ കേരളത്തിൽ അവൈലബിലിറ്റി ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് റയർ ആയിട്ട് വരുന്ന ഒരു കോഴ്സാണെന്ന് പറയാനുള്ള റീസൺ കൂടെ. അപ്പൊ നമുക്ക് ടോട്ടല് 3 കോളേജ് ഗവൺമെന്റ് കോളേജും 1 കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജുമാണ് വരുന്നത്. അപ്പൊ അതില് ടോട്ടൽ 15 സീറ്റ്, 11 സീറ്റ് മാത്രമേ ഗവൺമെന്റ് ആയിട്ടുള്ളൂ, 4 സീറ്റ് മാത്രമേ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളായിട്ട് വരുന്നുള്ളൂ. അടുത്തതായി ഡയാലിസിസ് ടെക്നോളജിയാണ്. അപ്പൊ ഡയാലിസിസ് ടെക്നോളജിക്ക് 6 കോളേജ് മാത്രമാണ് കേരളത്തിൽ മൊത്തം ഉള്ളത്. അപ്പൊ അതിൽ 4 ഗവൺമെന്റ് കോളേജും 2 സെൽഫ് ഫിനാൻസിങ് കോളേജുമാണ് LBSൽ വരുന്നത്. അപ്പൊ ഇതിൽ ടോട്ടലായിട്ട് 60 സീറ്റ് ഗവൺമെന്റ് സീറ്റും 30 സീറ്റ് സെൽഫ് ഫിനാൻസിങ് സീറ്റും, അങ്ങനെ ആകെ 90 സീറ്റ് മാത്രമേ ഡയാലിസിസ് ടെക്നോളജിക്ക് കേരളത്തിൽ അവൈലബിലിറ്റി ഉള്ളൂ. അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പിയാണ്. വളരെ നല്ലൊരു കോഴ്സ് തന്നെയാണ് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ അതിൽ കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ആകെ 3 കോളേജ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഈ 3 കോളേജിലെ 2 കോളേജ് എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജും 1 കോളേജ് എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജുമാണ്. അങ്ങനെ ടോട്ടൽ സീറ്റ് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 60 സീറ്റാണ് ടോട്ടൽ വരുന്നത്. അടുത്തതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഇമാജിൻ ടെക്നോളജി അതുപോലെ തന്നെ മെഡിക്കൽ റേഡിയോളജി ടെക്നോളജിയാണ്. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ഇമാജിൻ ടെക്നോളജിക്ക് 4 കോളേജും മെഡിക്കൽ റേഡിയോളജി ടെക്നോളജിക്ക് 2 കോളേജുമാണ് ഉള്ളത്. അപ്പൊ അതിൽ നമുക്ക് 3 കോളേജ് ഗവൺമെന്റ് കോളേജും 1 കോളേജ് മാത്രമാണ് സെൽഫ് ഫിനാൻസിങ് വരുന്നത് മെഡിക്കൽ ഇമാജിൻ ടെക്നോളജി. ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 45 സീറ്റ് മാത്രമാണ് ടോട്ടല് കേരളത്തിൽ വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഒരു റയർ കോഴ്സ് ആണ് ന്യൂറോ സയൻസ് ആണ്. ന്യൂറോ സയൻസ് നമുക്ക് ആകെ ഒരേ ഒരു കോളേജിൽ മാത്രമാണ് LBS വഴി വരുന്നത്. അപ്പോൾ ന്യൂറോ സയൻസ് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ മാത്രമാണ് ഉള്ളത്. ആകെ 5 സീറ്റാണ് ടോട്ടൽ വരുന്നത്. അടുത്തായിട്ട് കാർഡിയോവാസ്കുലർ ടെക്നോളജിയാണ്. അപ്പൊ കാർഡിയോവാസ്കുലർ ടെക്നോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 കോളേജ് മാത്രമാണ് നമുക്ക് കേരളത്തിൽ വരുന്നത്. ഈ 6 കോളേജിൽ 4 കോളേജ് ഗവൺമെന്റ് കോളേജും 2 കോളേജ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുമാണ് വരുന്നത്.
അപ്പോൾ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് കണക്കാക്കുകയാണെങ്കിൽ 23 സീറ്റ് മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ LBS വരുന്ന 12 കോഴ്സുകളായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് കണക്കാക്കുകയാണെങ്കിൽ 2610 സീറ്റ് മാത്രമേ ടോട്ടൽ വരുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ഓരോ കോഴ്സിന്റെയും കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിന്റെ കമ്പാരിസണും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കിന്റെ കമ്പാരിസണും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ഡയാലിസിസ് ടെക്നോളജിക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഡയാലിസിസ് ടെക്നോളജി എടുക്കാം. അപ്പോൾ ഡയാലിസിസ് ടെക്നോളജിക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ അലോട്ട്മെന്റ് കിട്ടിയ സ്റ്റുഡൻസിന്റെ ഇൻഡെക്സ് മാർക്കും റാങ്ക് ലിസ്റ്റും നോക്കാം. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ 300-ൽ 300 മാർക്ക് കിട്ടിയ സ്റ്റുഡൻസിനാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ റാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 669 ആണ്. പിന്നെ റിസർവേഷൻ കാറ്റഗറിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഷെഡ്യൂൾഡ് കാസ്റ്റിന് പോലും 290 മാർക്കാണ് ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അടുത്തായി നമുക്ക് ഒപ്റ്റോമെട്രി നോക്കാം. ഒപ്റ്റോമെട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഹല്യ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി പാലക്കാട് വരുന്ന അഹല്യ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റില് 275 മാർക്കാണ് ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ ഒപ്റ്റോമെട്രിക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞാലും കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായി നമുക്ക് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി MLT നോക്കാം. അപ്പോൾ MLT നമുക്ക് അൽഷിഫ കോളേജ് പെരിന്തൽമണ്ണയിലെ അൽഷിഫ കോളേജ് നോക്കാം. അപ്പോൾ അൽഷിഫ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ 285.84 ആണ് ടോട്ടൽ വന്നിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ റാങ്ക് ലിസ്റ്റ് സ്റ്റേറ്റ് മെറിറ്റിന് റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7227 ആണ്. അടുത്ത് നമ്മൾ പെർഫ്യൂഷൻ ടെക്നോളജിയാണ് നോക്കുന്നത്. അപ്പോൾ പെർഫ്യൂഷൻ ടെക്നോളജിക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം ടോട്ടൽ നമ്പർ ഓഫ് കോളേജസ് 4 കോളേജാണ് വരുന്നത്. അതിൽ ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 2 സീറ്റും മുസ്ലിം മൈനോറിറ്റി സീറ്റും എക്കണോമിക്കലി വീക്കർ EWS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടയാണ്. അങ്ങനെ ടോട്ടൽ 4 സീറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 293 ആണ് ഇൻഡെക്സ് മാർക്ക്. 293.34 ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുള്ളത്. ആ കുട്ടിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് കണക്കാക്കുകയാണെങ്കിൽ 3415 ആണ്. അടുത്തായി BSLP നോക്കുകയാണെന്നുണ്ടെങ്കിൽ BSLP എന്ന് പറയുന്നത് നല്ല കോഴ്സ് തന്നെയാണ്, നല്ലൊരു ഡിമാൻഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് BSLP എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബേബി മെമ്മോറിയൽ കോളേജ് കോഴിക്കോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 10 സ്റ്റുഡൻസിനാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 10 കുട്ടികൾക്ക് അലോട്ട്മെന്റിൽ സ്റ്റേറ്റ് മെറിറ്റ് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 300 മാർക്കിൽ 300 കിട്ടിയ സ്റ്റുഡൻസിനുമാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത്. അവരുടെ ഇൻഡെക്സ് ലാസ്റ്റ് വന്നിട്ടുള്ള ഇൻഡെക്സ് മാർക്കിന്റെ റാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1145 ആണ്. ഇതിൽ ഓരോ കോളേജുകളും നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഓരോ കോഴ്സിന്റെയും പറഞ്ഞു പോകുന്നത്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് നല്ല ഡിമാൻഡിങ് കോഴ്സ് ആയിട്ടുള്ള ഒക്യുപേഷണൽ തെറാപ്പി നോക്കാം. അപ്പോൾ നമുക്ക് കോളേജ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ട്രിവാൻഡ്രത്ത് വരുന്ന ഒരു കോളേജ് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് കോളേജസ് പറയുന്നത് 3 എണ്ണമാണ്. അപ്പൊ അതിലൊരു കോളേജാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ വരുന്നത് റാങ്ക് എന്ന് പറയുന്നത് 2222 ആണ്. ഓക്കെ, ഒരു ഫാൻസി നമ്പർ തന്നെയാണ്. ടോട്ടല് ഇൻഡെക്സ് മാർക്ക് കണക്കാക്കുകയാണെങ്കിൽ 296.67 ആണ് ടോട്ടൽ വന്നിട്ടുള്ള ഇൻഡെക്സ് മാർക്ക്. ഓക്കെ, പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിനാണെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് പോലും 251.67 മാർക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. അടുത്തായി ഫിസിയോതെറാപ്പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിക്ക് നമുക്ക് JDT ഇസ്ലാം കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി നല്ലൊരു കോളേജ് തന്നെയാണ് JDT ഇസ്ലാം കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ കോഴിക്കോട് വരുന്ന കോളേജാണത്. അപ്പോൾ ആ ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടിയ സ്റ്റുഡൻറ്റിനെ ഇൻഡെക്സ് മാർക്ക് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ 288.33 ആണ് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ 5966 റാങ്കാണ് ആ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടിയിട്ടുള്ളത്. ടോട്ടലി 25 സീറ്റാണ് LBS വഴി അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ LBSൽ ഏറ്റവും കൂടുതൽ ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ മെഡിക്കൽ ലാബ് ടെക്നീഷ്യനും ആണ് കൂടുതൽ കോളേജസുകളായിട്ട് വരുന്നത്. അപ്പൊ എല്ലാ കോളേജസുകളും നോക്കുന്നത് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമുക്ക് എല്ലാവിധ അപ്ഡേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രീവിയസ് ഇയറിലെ റാങ്ക് ലിസ്റ്റ്, കോളേജസിന്റെ എണ്ണം, അതിൽ എത്രത്തോളം സീറ്റുകൾ വരുന്നുണ്ട് എന്നുള്ള A to Z ഡീറ്റെയിൽസ് നമ്മൾ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, പിന്നെ അടുത്തൊരു കോഴ്സ് നോക്കാം. അടുത്ത കോഴ്സ് നോക്കുമ്പോൾ BSc മെഡിക്കൽ ഇമാജിൻ ടെക്നോളജി. ഇപ്പോൾ മെഡിക്കൽ ഇമാജിൻ ടെക്നോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കോളേജസ് പറയുന്നത് 4 കോളേജാണ്. അപ്പം 4 കോളേജിൽ നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് വരുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നോക്കാം. അപ്പോൾ ടോട്ടല് 10 സ്റ്റുഡൻസിനാണ് LBS വഴി അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ 5 സ്റ്റുഡൻസിനും ബാക്ക്വേർഡ് ഹിന്ദു, ഈഴവ,
EWS, ധീവര, ഷെഡ്യൂൾഡ് ട്രൈബ് ഇങ്ങനെയാണ് മറ്റുള്ള സ്റ്റുഡൻസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ 292 മാർക്കാണ്, 292.5 മാർക്കാണ് ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. അതിൽ റാങ്ക് നോക്കുകയാണെങ്കിൽ 3851 റാങ്ക് വരുന്നത്. അവസാനമായിട്ട് നമുക്ക് ഇനി ന്യൂറോസ് ടെക്നോളജി നോക്കാം. അപ്പൊ ന്യൂറോ ടെക്നോളജിക്ക് ഒരേ ഒരു കോളേജാണ് നമുക്ക് കേരളത്തിൽ വരുന്നത്. അപ്പോൾ കേരളത്തിൽ നമുക്ക് MES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് മലപ്പുറം പെരിന്തൽമണ്ണയിൽ വരുന്ന കോളേജാണ്. അപ്പൊ ഇതിൽ ന്യൂറോ ടെക്നോളജിയിൽ MES വരുന്ന 3 സീറ്റാണ് അലോട്ട്മെന്റ് വഴി കിട്ടിയിരിക്കുന്നത്. 2 സീറ്റ് മാനേജ്മെന്റ് സീറ്റാണ്. അപ്പൊ 3 സീറ്റിലായിട്ട് സ്റ്റേറ്റ് മെറിറ്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡന്റിന്റെ മാർക്ക് എന്ന് പറയുന്നത് 265. അപ്പൊ അലൈഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നോക്കുന്നവരാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ് മാത്രമാണ് നമുക്ക് LBS വരുന്നത്. 2610 സീറ്റ് മാത്രമാണ് ഗവൺമെന്റ് കോളേജും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് സീറ്റുകളായിട്ട് ടോട്ടൽ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് 12 കോഴ്സുകളിലായിട്ട് ടോട്ടൽ വരുന്ന സീറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 2610 സീറ്റാണ്. അപ്പൊ നല്ലൊരു ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് കേരളത്തിൽ നമുക്ക് അലോട്ട്മെന്റ് കിട്ടുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഒരു ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ടാണ് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. കാരണം പ്രീവിയസ് ഇയറിലുള്ള ഇൻഡെക്സ് മാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 280 എബോവ് എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് മെയിനായിട്ട് നിങ്ങൾ ആദ്യം നോക്കുക. അപ്പോൾ അതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വെച്ച് LBSൽ ഏതൊക്കെ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും, അതുപോലെ തന്നെ ഏതൊക്കെ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാവിധ കോഴ്സുകളുടെയും അഡ്മിഷന്റെ അപ്ഡേറ്റ്സ് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ കൂടുതൽ ഏത് കോഴ്സാണോ കമന്റ് വരുന്നത് ആ ഒരു കോഴ്സിന്റെ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. BSc നഴ്സിംഗ് അലൈഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എഡ്യൂഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.